2025-26 സാമ്പത്തിക വർഷത്തെ അതായത് ഈ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും 2026-27 സാമ്പത്തിക വർഷത്തെ ആന്റിസിപ്പേറ്റഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നതിലേക്കായി ഒരുക്കിയിട്ടുള്ള ഡാറ്റ ഷീറ്റ് ആണിത്. ഈ ഡാറ്റാ ഷീറ്റിന്റെ അപ്ഡേഷൻ പൂർത്തിയാക്കുന്ന പക്ഷം സർക്കിൾ, ഡിവിഷൻ, സബ് ഡിവിഷൻ കാര്യാലയങ്ങളിലെ പൂർണ്ണമായ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാവുന്നതായിരിക്കും. ആയത് ഓരോ കാര്യാലയങ്ങൾക്കും അവരവരുടെ കാര്യാലയത്തിന്റെ പേര് സെലക്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ബഡ്ജറ്റ് പ്രിന്റ് എടുത്ത് മേൽ കാര്യാലയങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആവുന്ന വിധമാണ് ഈ ഡാറ്റാ ഷീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാരംഭിക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനായി അഭ്യർത്ഥിക്കുന്നു. ഈ ഡാറ്റ ഷീറ്റിന്റെ ഹോം പേജും മാസ്റ്റർ ഡാറ്റ ഷീറ്റുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവുക. അപ്ഡേഷൻ പൂർത്തിയായതിനു ശേഷം വീണ്ടും ഇതിന്റെ എക്സൽ ഷീറ്റ് എല്ലാ കാര്യാലയങ്ങളിലേക്കും അയച്ചുതരുമായിരിക്കും. അതിനുശേഷം മാത്രമേ അത് കാര്യാലയങ്ങൾക്ക് അവരവരുടെ 2025-26 സാമ്പത്തിക വർഷത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ബഡ്ജറ്റ് പ്രിന്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹോം പേജിൽ മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിളിന് കീഴിൽ വരുന്ന എല്ലാ കാര്യാലയങ്ങളുടെയും പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പിഴവുകൾ നികത്തുന്നതിനായി ഓരോ കാര്യാലയത്തിന്റെയും പേരിന് നേരെ വരുന്ന തൊട്ടടുത്ത സെല്ലിൽ എസ്റ്റാബ്ലിഷ് ബഡ്ജറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേര് നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത സെല്ലിൽ അവരുടെ ഫോൺ നമ്പറും നൽകേണ്ടതാണ്. ഹോം പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യാലയങ്ങളിൽ നിങ്ങളുടെ കാര്യാലയത്തിന്റെ പേരിൽ ക്ലിക്ക് ചെയ്താൽ മാസ്റ്റർ ഡാറ്റയിൽ നിങ്ങളുടെ കാര്യാലയത്തിന്റെ വരിയിലേക്ക് വരുന്നതാണ്. മാസ്റ്റർ ഡാറ്റ അപ്ഡേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൈവശം ഈ പറയുന്നവ ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡാറ്റ ഫില്ല് ചെയ്യാൻ സാധിക്കും. മാസ്റ്റർ ഡാറ്റയിൽ കറുത്ത നിറത്തിൽ കാണിച്ചിരിക്കുന്ന സെല്ലുകളിൽ യാതൊന്നും അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ കാര്യാലയത്തിന്റെ പേര് ഞാൻ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ ഡാറ്റയിലെ ഈ കാര്യാലയത്തിന്റെ വരിയിലേക്ക് വന്നിട്ടുണ്ട്. മാസ്റ്റർ ഡാറ്റയിൽ കാര്യാലയത്തിന്റെ പേരിന് നേരെ ആ കാര്യാലയത്തിൽ വരുന്ന എല്ലാ തസ്തികകളും യഥാവിധി നൽകിയിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ കോളം മുതലാണ് നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്യേണ്ടത്. ഈ സെല്ല് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി തസ്തിക പെർമിനൽ ആണെങ്കിൽ പെർമനന്റ് എന്ന സെല്ലിൽ 1 എന്നും ടെമ്പററി എന്ന സെല്ലിൽ 0 രേഖപ്പെടുത്തുക. നേരെ മറിച്ച് തസ്തിക ടെമ്പററി ആണെന്നുണ്ടെങ്കിൽ ടെമ്പററി എന്ന സെല്ലിൽ 1 രേഖപ്പെടുത്തുകയും പെർമനന്റ് എന്ന സെല്ലിൽ 0 രേഖപ്പെടുത്തണം. അഞ്ചാമത്തെ സെല്ലിൽ രേഖപ്പെടുത്തേണ്ടത് ഇപ്പോൾ ആ തസ്തികയിൽ ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ 1 എന്നും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 0 എന്നും രേഖപ്പെടുത്തുക. അടുത്ത 6 മുതൽ 10 വരെയുള്ള കോളങ്ങളിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. കോളം നമ്പർ 6-ൽ സ്കെയിൽ ഓഫ് പേയും 7-ാമത്തെ കോളത്തിൽ അടിസ്ഥാന ശമ്പളം അഥവാ കൂലി ആണ് നൽകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശമ്പളം 2025 ഓഗസ്റ്റ് മാസം കൈപ്പറ്റിയ ശമ്പളം ആയിരിക്കണം എഴുതേണ്ടത്. 8-ാമത്തെ കോളം ഫില്ല് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് മന്ത് എന്നത് ഏതു മാസമാണ് ഒരു വ്യക്തിക്ക് ഇൻക്രിമെന്റ് ഉണ്ടാവുന്നത് ആ മാസത്തിന്റെ ന്യൂമറൽ നൽകണം. അതായത് ജനുവരി മാസത്തിന് 1, ഫെബ്രുവരി മാസത്തിന് 2 എന്ന രീതിയിൽ കാണിക്കണം. ഈ കോളങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതാത് കാര്യാലയത്തിന് നേരെ കാണിക്കുന്ന വെളുത്ത നിറത്തിലോ മഞ്ഞ നിറത്തിലോ ആയ സെല്ലുകളാണ് ഫില്ല് ചെയ്യേണ്ടത്. കറുത്ത സെല്ലുകളിൽ യാതൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണിച്ചിട്ടുള്ള കോളങ്ങളിലെ ഡാറ്റ ഫില്ല് ചെയ്യുന്നതിന്റെ എളുപ്പത്തിനായി നിങ്ങളുടെ കയ്യിൽ 2024-25 സാമ്പത്തിക വർഷം മാർച്ച് മാസത്തിൽ മേൽ കാര്യാലയത്തിലേക്ക് സമർപ്പിച്ച മന്ത്ലി അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെന്റ് കയ്യിൽ ഉണ്ടാകേണ്ടതാണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ ഡിസ്ക്രിപ്ഷനു നേരെ വരുന്ന പ്രോഗ്രസീവ് ടോട്ടലിലെ സംഖ്യയാണ് നൽകേണ്ടത്. ഉദാഹരണത്തിനായി 11-ാമത്തെ കോളത്തിൽ മേൽപ്പറഞ്ഞ മന്ത്ലി അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെന്റിലെ
സാലറീസിന്റെ നേരെ വരുന്ന പ്രോഗ്രസീവ് ടോട്ടൽ തുക നൽകുക. 13ാമത്തെ കോളത്തിൽ ഡിയർനെസ് അലൻസിനു നേരെ വരുന്ന പ്രോഗ്രസീവ് ടോട്ടൽ തുക നൽകുക. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന കോളങ്ങളിലെ വിവരങ്ങളും ഇതേപോലെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ കാണിച്ചിരിക്കുന്ന കോളങ്ങളിലെ ഡാറ്റ എളുപ്പത്തിൽ ഫില്ല് ചെയ്യുന്നതിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ മേൽക്കാര്യാലയത്തിലേക്ക് സമർപ്പിച്ച എസ്റ്റാബ്ലിഷ്മെന്റ് ബഡ്ജറ്റിന്റെ അബ്സ്ട്രാക്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടതാണ്. ഈ അബ്സ്ട്രാക്റ്റിൽ ഓരോ ഡിസ്ക്രിപ്ഷനു നേരെ വരുന്ന അവസാനത്തെ കോളത്തിലെ സംഖ്യയാണ് നൽകേണ്ടത്. ഉദാഹരണത്തിനായി 12ാമത്തെ കോളത്തിൽ മേൽപ്പറഞ്ഞ ബഡ്ജറ്റ് അട്രാക്റ്റിൽ സാലറീസിന്റെ നേരെ വരുന്ന ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഫോർ 2025-26 എന്ന അവസാനത്തെ കോളത്തിലെ തുക നൽകുക. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന കോളങ്ങളിലെ വിവരങ്ങളും ഇതേപോലെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിൽ കാണുന്ന 15ാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത് HRAയുടെ ശതമാനമാണ്. മേജർ സിറ്റിക്ക് 10%, ഹെഡ് ക്വാർട്ടേഴ്സിന് 8%, മുനിസിപ്പാലിറ്റിക്ക് 4%, പഞ്ചായത്തിന് 4% ആണ് നൽകേണ്ടത്. അടുത്തതായി 18 മുതൽ 31 വരെയുള്ള കോളം ഫില്ല് ചെയ്യുന്നതിനായി പേ ബിൽ രജിസ്റ്റർ കയ്യിലുണ്ടായിരിക്കേണ്ടതാണ്. ഇതിൽ മാസത്തിൽ ശമ്പളത്തോടൊപ്പം ലഭിക്കുന്ന അലവൻസുകളും വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അലവൻസുകളും ഇനിവരും മാസങ്ങളിൽ കൊടുക്കേണ്ടതായി വരുന്ന അലവൻസുകളും ആണുള്ളത്. ഇവ ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ കാണുന്ന കോളങ്ങൾ ഫില്ല് ചെയ്യുന്നതിനു മുൻപ് നമ്മുടെ കയ്യിൽ 2025 ജൂലൈ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റിലെ പ്രോഗ്രസീവ് ടോട്ടൽ ആണ് നിലവിൽ ഈ കോളങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിനായി 38ാമത്തെ കോളത്തിൽ മെഡിക്കൽ റീംബേഴ്സ്മെന്റിനു നേരെ വരുന്ന പ്രോഗ്രസീവ് ടോട്ടലിൽ കാണിച്ചിരിക്കുന്ന തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ മറ്റു കോളങ്ങളും അതാത് വിവരണത്തിന്റെ നേരെ കാണിക്കുന്ന പ്രോഗ്രസീവ് ടോട്ടലിലെ തുക അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ കോളങ്ങൾ ഫില്ല് ചെയ്യാനായി 2025 ഓഗസ്റ്റ് മാസം മുതൽ 2026 മാർച്ച് മാസം വരെയുള്ള വരാനിരിക്കുന്ന എക്സ്പെൻസുകളുടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഫില്ല് ചെയ്യുക. 40 മുതൽ 48 വരെയുള്ള കോളങ്ങളിൽ അതാതു കാര്യാലയങ്ങളിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ പുതിയതായി വരുത്തിയിട്ടുള്ള തസ്തികളോ അബോളിഷ് ചെയ്തിട്ടുള്ള തസ്തികളോ ഉണ്ടെങ്കിലോ, തരംതാഴ്ത്തപ്പെട്ട തസ്തികളുണ്ടെങ്കിലോ, ഉയർത്തപ്പെട്ട തസ്തികൾ ഉണ്ടെങ്കിലോ, അധികമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള തസ്തികൾ ഉണ്ടെങ്കിലോ, ഏതെങ്കിലും താൽക്കാലിക തസ്തികകൾ സ്ഥിര തസ്തികകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലോ അവയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഭൂരിഭാഗം കാര്യാലയങ്ങളിലും ഈ കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായി വരാറില്ല. ഇത്തരത്തിലുള്ള തസ്തികൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് കാരണം. അഥവാ ഉണ്ടെങ്കിൽ മാത്രം നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2024-25 സാമ്പത്തിക വർഷത്തിനു മുൻപുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും കാര്യാലയങ്ങളിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം 61-62 കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതിനായി വാട്ടർ ചാർജ് ബില്ല് കൈവശം ഉണ്ടെങ്കിൽ അത് നോക്കി ഫില്ല് ചെയ്യേണ്ടതാണ്. 61ാമത്തെ കോളത്തിൽ അതാതു കാര്യാലയത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഒരു മാസത്തെ ആവറേജ് കിലോ ലിറ്ററായി നൽകേണ്ടതാണ്. അതിനു വരുന്ന ശരാശരി തുകയാണ് 62ാമത്തെ കോളത്തിൽ നൽകേണ്ടത്. വെള്ളം ഉപയോഗത്തിൽ എന്തെങ്കിലും അരിയർ തുക നൽകാനുണ്ടെങ്കിൽ അത് 63ാമത്തെ കോളത്തിൽ നൽകേണ്ടതാണ്. 72, 73, 74 എന്നീ കോളങ്ങളിൽ ഇലക്ട്രിസിറ്റി ചാർജ് വക ഈടാക്കിയ തുക ഫില്ല് ചെയ്യുമ്പോൾ മന്ത്ലി ആവറേജുകളാണ് നൽകേണ്ടത്. അതല്ലാതെ ഒരു വർഷത്തെ തുക മൊത്തമായി നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 75 മുതൽ 82 വരെ കോളങ്ങളിൽ ഓരോ കാര്യാലയങ്ങളിലും ഉപയോഗിക്കുന്ന ഫോൺ അഥവാ ഇന്റർനെറ്റിന്റെ ആവശ്യത്തിലേക്കായി വരുന്ന തുകയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇത് ഫില്ല് ചെയ്യാൻ ഫോൺ ബില്ല് കയ്യിൽ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന 91 മുതൽ 97 വരെയുള്ള കോളങ്ങളിൽ
കാര്യാലയത്തിൽ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന്റെ പേരും മറ്റു വിവരങ്ങളും അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലും തുകയും മന്ത്ലി ബേസിസിൽ നൽകുക. 106 മുതൽ 109 വരെയുള്ള കോളങ്ങളിൽ ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു മോട്ടോറുകളുടെയോ അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിന്റെയും വിവരങ്ങൾ നൽകുക. അതിന്റെ ഫ്യൂവൽ കൺസപ്ഷനും തുകയും മന്ത്ലി ബേസിസിൽ നൽകുക. ഇത്രയും അപ്ഡേറ്റ് ചെയ്തു കഴിയുമ്പോഴേക്കും മാസ്റ്റർ ഡാറ്റ പൂർത്തിയാകുന്നതാണ്.